Hi guys, welcome back to another video. So first of all, Sultana. So guys, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. I got a lot of comments and അതിന് നമ്മളിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിനുള്ള ആൻസേഴ്സ് കൊടുക്കാൻ പോവാണ്. സോ ഇറ്റ്സ് എ Q&A വീഡിയോ. അതുപോലെ ഞാൻ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസിനും റിപ്ലൈ ചെയ്യണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. നമുക്ക് ഫസ്റ്റ് ഫിൽറ്റർ ചെയ്തിട്ട് ന്യൂവസ്റ്റ് ഫസ്റ്റ് കൊടുത്തു, എന്നിട്ട് താഴത്തുനിന്ന് തുടങ്ങാം. One eternity later. Okay guys, so our first question is your full name. ഇതൊരാൾ തന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ചിട്ടുണ്ട്. Your full name, എന്ത് ചെയ്യുന്നു, ഡ്രീം പ്ലേസ്, യുവർ പ്ലേസ്, എഡിറ്റിംഗ് ആരാ, ആക്കൽ നീയാണോ? ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ഫുൾ നെയിം അസ്മില സുൽത്താന. ആൻഡ് എന്ത് ചെയ്യുന്നു, ഞാൻ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കണം. പിന്നെ ഡ്രീം പ്ലേസ്. ഓക്കെ ഗൈസ്, എൻ്റെ ഡ്രീം പ്ലേസ് എന്ന് വെച്ചാൽ എനിക്ക് കുറേ കാലങ്ങളായിട്ട് എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. പോവുക എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അവിടെ പോകണം. എന്തെങ്കിലും ഒരു വട്ടെങ്കിലും എൻ്റെ ലൈഫിലൊന്ന് പോകണമെന്നുണ്ട്. ആൻഡ് യുവർ പ്ലേസ്, എൻ്റെ പ്ലേസ് മലപ്പുറം കക്കാട്. ഓക്കെ, എഡിറ്റിംഗ് ആരാ, ആക്കൽ നീയാണോ? ഓൾമോസ്റ്റ് വീഡിയോസ് ഞാൻ തന്നെയാണ് എഡിറ്റ് ആക്കാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു കമ്മിറ്റഡ്? നോ ഗൈസ്, കമ്മിറ്റഡ് അല്ല. സോ ഫേവറേറ്റ് K-ഡ്രാമ ഞാൻ കാണാറില്ല. ഞാൻ ഒരു വട്ടം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി ഇരുന്ന് കുറച്ച് മുന്നേ, പക്ഷെ എനിക്കെന്തോ അതങ്ങോട്ട് ആവുന്നില്ല. സോ ഞാൻ ഫസ്റ്റ് ഏതാ എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒന്ന് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതിന് തുടങ്ങിയിട്ടുള്ളൂ, പക്ഷെ എനിക്ക് പറ്റണില്ല. ഞാൻ കാണാറില്ല K-ഡ്രാമാസ് കാണാറില്ല. ഉപ്പ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ കുറേ കാലമായി ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. ബിസിനസ്മാനാണ്. ഹൗ മെനി പ്രപ്പോസൽസ് എനിക്കറിയില്ല ഗൈസ്. അതാരാ നോക്കുന്നത്, ആരാ എണ്ണുന്നതൊക്കെ? അമ്മ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എല്ലാവർക്കും അമലുവിനെ മതിയില്ലേ? ഓക്കെ, അമലു 10th ഇപ്പോൾ SSLC ആണ്. നിങ്ങൾ എത്ര സിബ്ലിങ്സ് ആണ്? ഞങ്ങൾ 5 ആൾക്കാരാണ് കേസ്. അൻസി, ഞാൻ, അമലു, അസ്ല, ആഹി. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ഫീമെയിൽ ആൻഡ് മെയിൽ സിംഗർ? എനിക്കങ്ങനെ ഫേവറേറ്റ് സിംഗർ അങ്ങനില്ല. ഒരു പാട്ട് കേൾക്കും, ആ പാട്ട് ഇഷ്ടമാകുമ്പോൾ എനിക്ക് അയാളെ ഭയങ്കര. ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് തന്നെയാണ് എഡ് ഷീറൻ അല്ല ഷോൺ മെൻഡൻസ്. ഓരോ പാട്ടിനനുസരിച്ച് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് പാട്ട് അയാൾ പാടിയതാണ്. സോ എനിക്കിപ്പോൾ അയാളാണ്. അങ്ങനെയാണ്, അതിന് ഓരോ ടൈമിന് ഓരോന്നാണ്. ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? അബൌട്ട് യുവർ സ്റ്റഡീസ്? ഒരു പ്ലാനില്ല, അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇത് കഴിഞ്ഞ് ഡിഗ്രി കഴിയുമ്പോൾ എനിക്കറിയില്ല. ഞാൻ ആലോചിക്കലില്ല. അത് അപ്പം എന്താണോ വരുന്നത് അതിനനുസരിച്ച് ചെയ്യാനാണ് പ്ലാൻ. അപ്പം എൻ്റെ മൈൻഡിൽ എന്താണോ തോന്നുന്നത്, അപ്പം ഇനി എന്തെങ്കിലും ചെയ്യണം തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഒന്നും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും ചെയ്യില്ല. ഒന്നും അറിയില്ല കേസ്, ഒന്നും പ്ലാൻഡ് അല്ല. പിന്നെ പ്ലാൻ ചെയ്തതൊന്നും പ്ലാൻ പോലെ നടക്കാറില്ല. സോ അല്ലെങ്കിൽ എനിക്കറിയില്ല ഞാൻ എന്തിനാ ഡിഗ്രി എടുത്തുതന്നെയാവും. ദ വിയേർഡസ്റ്റ് തിങ് യു ഡൺ? ഓക്കെ, നല്ല രസമുള്ള ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇഷ്ടമായി. വിയേർഡസ്റ്റ് തിങ് ഞാൻ പറഞ്ഞിരുന്നോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ കുറേ ഉണ്ട്. ഇതിലൊന്നും ഞാൻ പറഞ്ഞിട്ടേക്കല്ല ഓർമ്മ ഇപ്പം പെട്ടെന്ന് മൈൻഡിൽ വന്നതാണ്. ഞാൻ കഞ്ഞിവെള്ളമാണ് വിചാരിച്ചിട്ട് സോപ്പ് വെള്ളം, ഒരു ഗ്ലാസ് ഫുൾ സോപ്പ് വെള്ളം കുടിച്ചിട്ട് ലാസ്റ്റ് ആ സോപ്പ് കണ്ടപ്പോഴാണ് എനിക്കത് കഞ്ഞിവെള്ളം എല്ലാമെന്ന് മനസ്സിലായത്. എന്നുവെച്ചാൽ എനിക്കൊരു പാവക്കുട്ടി ഉണ്ട്. പണ്ടത്തെ കഥയുണ്ട്, ഇപ്പത്തൊന്നുമല്ല. അതിനെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ, പാവക്കുട്ടികളെ കുളിപ്പിക്കുക, ഫുഡ് കൊടുക്കുക, അങ്ങനത്തെ ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു ആ സ്വഭാവമൊക്കെ. എന്നിട്ട് അതിനെ കുളിപ്പിച്ച് ഞാൻ എന്നെ കുളിപ്പിച്ച് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടാണ് അതിനെ ഇതാക്കിയത്. ചെറിയൊരു സോപ്പാണ്. സോപ്പ് താഴെയാണ്, കണ്ടില്ല. അപ്പം ആ വെള്ളം ഗ്ലാസ് ഇറക്കാൻ ഞാൻ അടുക്കളയിൽ തന്നെ വെച്ച് എനിക്കത് വെക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിലുണ്ട് ഇത് ആരെങ്കിലും എടുത്ത് കുടിച്ചാലോ, കോമഡി ആവുമല്ലോ അതിലൊക്കെ. എന്നിട്ട് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി. ഇത് രാവിലെയായിരുന്നു. രാത്രിയായി
ഞാൻ അടുക്കളയിലൊന്നും ഗ്ലാസ് സൗദിയിലായ സമയത്താണ് അവിടെ കഞ്ഞിവെള്ളം അങ്ങനെ നമ്മൾ വെക്കലില്ല. പക്ഷെ എനിക്ക് കഞ്ഞിവെള്ളം നല്ല ഇഷ്ടം, എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. സോ എന്നിട്ട് ഞാനത് എന്താ പറയുക, ഞാൻ കഞ്ഞിവെള്ളം ചോദിച്ചാൽ ഒറ്റ വലി എനിക്ക് മനസ്സിലായിട്ട് പോലില്ല. ലൈക്ക് എന്ത് പൊട്ടത്തിന് ഞാൻ ലാസ്റ്റ് അങ്ങനെ എന്തൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയതല്ലേ. ഞാൻ നോക്കിയപ്പോൾ ആ സോപ്പ് കണ്ടപ്പോൾ പറഞ്ഞേ ഛർദിക്കൊക്കെ ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ എന്നെ പേടിപ്പിച്ചിന് പറയാം. പക്ഷേ ഒന്നും ഉണ്ടായില്ല. നിങ്ങൾക്ക് മൂക്ക് കുത്തിക്കൂടെ? എനിക്ക് ഇവിടെ അടയാളമുണ്ട്, കാണുന്നുണ്ടോന്നോ? 2 ഭാഗത്ത് ഇവിടെ ഉണ്ട് അടയാളം, ഇവിടെ എവിടെയാണില്ലേ സംഭവം. ഞാൻ മൂക്ക് കുത്തിയതല്ല, അത് ചിക്കൻ ബോക്സിൻ്റെ അടയാളമാണ്. പക്ഷെ മൂക്ക് കുത്തിയതാണോ ചോദിക്കലുണ്ട്. ഈ അടയാളം കറക്റ്റ് സ്ഥലത്ത് അടയാളം തന്നെ. പക്ഷെ എനിക്കിഷ്ടമല്ല മൂക്ക് കുത്തുന്നത്, എനിക്ക് തീരെ ഇഷ്ടമല്ല മൂക്ക് കുത്തുന്നത്. അതുപോലെ കമ്മൽ കാത് കുത്തിയാണ്, പക്ഷെ ഞാൻ കമ്മലിടല്ല, എനിക്കിഷ്ടമല്ല. ജിമിക്കിട്ടുമ്പോൾ എനിക്കിഷ്ടമാണ്, അല്ലാതെ ഏത് കമ്മലും എനിക്കിഷ്ടമല്ല. ഇങ്ങനെ കുറേ മേലക്ക് കുത്തുന്നതും അങ്ങനെ കുത്തുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ഉമ്മാനെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? പിന്നെ ഉമ്മക്ക് കടന്നറിയാലും കുക്കിംഗ് എനിക്ക് ശരിയാവില്ല. പക്ഷെ ക്ലീനിങ് ഞാൻ ചെയ്യും. ഇങ്ങനെ കിച്ചണിൽ ക്ലീനിങ് ഇപ്പോൾ എന്താ പാത്രം കഴുകുക, ഇങ്ങനെ റാക്കൊക്കെ ക്ലീൻ ആക്കുക, അടിച്ചെടുക്കുക, അങ്ങനത്തെ ഒക്കെ ചെയ്യും. പക്ഷെ കുക്കിംഗ് എനിക്ക് റെഡി ആവില്ല. ഞാൻ കുക്ക് ചെയ്തതൊക്കെ കുളവും. അപ്പോൾ എനിക്ക് പിന്നെ മൂടും. അബൌട്ട് യുവർ ഞാൻ എന്തെങ്കിലും എപ്പോൾ കുളമാക്കണേ. അബൌട്ട് യുവർ സിബ്ലിങ്സ് ലൈക്ക് ഏജ്, ഒറ്റ ഏജാണോ ഉദ്ദേശിച്ചത്? സോ ഏജ് അങ്ങനെ ചോദിക്കും പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അൻസിക്ക് 21 or 22 അങ്ങനെ എന്തോ ആണ്. എനിക്ക് 18ആണ്. പിന്നെ മലുക്ക് 15 തോന്നുന്നു. പിന്നെ അസ്ലക്ക് എത്ര? അസ്ല 2011. സോ നിങ്ങൾ കൺകുട്ടികൾ എനിക്ക് എത്ര 13. പിന്നെ ആഹിൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു ഗൈസ്. അവനക്ക് എത്ര ഇപ്പം 7 തോന്നുന്നു. ഇന്നലെ ഉമ്മ പറഞ്ഞു തന്നെ തോന്നുന്നു. 2017 അവന്. അപ്പോൾ 7 അഞ്ചിലൊക്കെ Q&A കൊണ്ടുവരുമോ? വരുമായിക്കുന്നെല്ലാം പറഞ്ഞു ഓനും ചെയ്യുന്നു. സോ അറിയില്ല, ഓൻ്റെതൊന്നും എനിക്ക് ഒന്ന് ഇപ്പം പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞാൽ അപ്പം. സോ അറിയില്ല. അഞ്ജലിക്കൻ്റെ ബിഗ് ഫാനാണ് ഞാൻ. താത്താൻ്റെയും. ലൈഫിൽ മറക്കാൻ പറ്റാത്ത മൊമെൻറ്റ് കുറേ ഉണ്ട്. ഐ മീൻ അടിപൊളി മൊമെൻറ്റും ഒരുമാതിരി മൊമെൻറ്റ്, രണ്ടും മറക്കാൻ പറ്റാത്ത കുറേ ഉണ്ട്. എല്ലാവർക്കും കുറേ ഡ്രീംസ് ഉണ്ടാവും. അതിൽ ഓരോ ഡ്രീം ഇങ്ങനെ നടക്കുമെന്ന് തോന്നുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇത് വരുമല്ലോ. അത് നടന്നും കൂടെ കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ചെറിയ കാര്യങ്ങളാവും, പക്ഷെ എന്നാലും നമ്മൾ കുറേ ആഗ്രഹിച്ചു തന്നെ നടക്കുമ്പോൾ അടിപൊളിയല്ലേ. പിന്നെ ഒരുമാതിരി മൊമെൻറ്റ് വയ്ക്കുമ്പോൾ നമ്മൾ നടക്കരുത് വിചാരിച്ചത് നടക്കുമ്പോൾ അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ ഇപ്പോൾ പറയണോ? ഉമ്മാനി ഉപ്പാനി എന്താ വീഡിയോയിൽ കാണിക്കാത്ത? ഉമ്മച്ചിക്ക് മടിയാണ്, ഉമ്മ വരില്ല വീഡിയോക്ക്. എപ്പോഴേലും അഞ്ചിൻ്റെയിൽ ഇടയ്ക്ക് ഇങ്ങനെ തല ഉണ്ടാവും, പക്ഷേ ഇന്ത്യയിൽ വരില്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഫേവറേറ്റ് യൂട്യൂബർ ഞാൻ യൂട്യൂബ് വീഡിയോസ് അധികം കാണാറില്ല. എൻ്റെ ഫേവറേറ്റ് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസർ ആരാ അറിയോ? റിത തരന്ന. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഓളെ വീഡിയോസ്, ഓളെ യൂട്യൂബ് ചാനലുണ്ട്, പക്ഷെ ഓൾ ഇങ്ങനെ അല്ലാണ്ട് വീഡിയോസ് ഇടില്ല. പക്ഷെ ഓള് ഇട്ടീന് പയ്യതൊക്കെ. ഞാൻ ഇപ്പോൾ പയ്യതൊക്കെ ഇരുന്ന് കാണും. ഓളെ ലൈഫ് സ്റ്റോറി ഒക്കെ അടിപൊളിയാണ്. മൊത്തത്തിൽ എനിക്ക് ഓളെ ഭയങ്കര അടിപൊളിയാണ്. ഓളെ ഭയങ്കര ഇഷ്ടമാണ്. ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബ് ചെയ്യും, പക്ഷേ അവൾ കൂടുതൽ ഇൻസ്റ്റയിലാണ്. പിന്നെ കുറച്ച് ഞാൻ വ്ളോഗ് തുടങ്ങണ മുന്നേ ചട്ടം പീസില്ലേ ഞാൻ യൂട്യൂബ് എടുക്കലേ ഇല്ലേ, പക്ഷേ വ്ളോഗ് തുടങ്ങണ മുന്നേ ഇങ്ങനെ നോക്കി ഓരോരുത്തർക്ക്. ഇപ്പോൾ ചട്ടം പീസിൻ്റെ വീഡിയോസിൽ ഓരോ ചാലഞ്ചസ്, ഗെയിംസ് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ കണ്ടിരിക്കുക, ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അത്. നിങ്ങൾ സിബിലിങ്സൊക്കെ എത്രയിലാണ് പഠിക്കുന്നത്? അൻസി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു വെറുതെ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ. സിബ്ലിങ്സ് ആണല്ലേ, സോറി. അമലു 10th, അസ്ല എത്രയല്ല, അസ്ല 8th,
എനിക്കറിയില്ല. കാരണം എന്താ പറയുക, ആഹി UKG 1, 2, 3 എത്തിയില്ല, 2 എത്തിക്കണോ എനിക്കല്ല, 7 വയസ്സില്ല, അപ്പോൾ 2 എത്തിയിട്ടുണ്ടാവും. ഇടയ്ക്കോ UKG ഇടയ്ക്കോ 1, 2 ഓനും അമ്മയും വളരുന്നുണ്ട് ഗൈസ്. എല്ലാവരുടെയും ഫുൾ നെയിം: അൻസിൽ മുഹമ്മദ് സുൽത്താൻ, അസ്മില സുൽത്താന, അമൽ മുഹമ്മദ് സുൽത്താൻ, അസ്ല സുൽത്താന, ആഹിൽ മുഹമ്മദ് സുൽത്താൻ. യുവർ അംബീഷൻ. എനിക്കങ്ങനെ അംബീഷനൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോ ടൈമിൽ എൻ്റെ നല്ലതും ഇങ്ങനെ ഓരോ ടൈമിൽ ഓരോന്നേനു. ഇപ്പോൾ കറൻലി അംബീഷനൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് എനിക്ക് അതും വേണ്ട തോന്നും. സ്കിൻ കെയർ ചെയ്യാറുണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട്. 2 ക്വസ്റ്റ്യൻസാണ്. സ്കിൻ കെയർ ചെയ്യാറില്ല. ഞാൻ ഒരു സ്കിൻ കെയർ ചെയ്യാറില്ല. എനിക്ക് അതിനെ പറ്റിയൊരു ഇതില്ല, ഐഡിയ ഒന്നുമില്ല. ലൈക്ക് ഏത് യൂസ് ചെയ്തിട്ട് ഒന്നും അറിയില്ല. ഞാൻ സാധാ സോപ്പ് കുളിക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ സെയിം സോപ്പ് തന്നെ എടുത്ത് മുഖത്ത് തേക്കുക. അതിന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നല്ലതല്ല അതിനെ പറയും. പക്ഷേ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിരുന്നു ആദ്യം, പക്ഷെ എനിക്ക് ഫേസ് വാഷ് ഇഷ്ടമായില്ല, എന്തോ ഒരു ഫുള്ളാവാത്ത പോലെ. സോ സാധാ സോപ്പ് വെച്ച് വേറെ സ്കിൻ കെയർ ആയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. ബട്ട് മാഷാഅല്ലാഹ് ഐ ഗോട്ട് ഗുഡ് സ്കിൻ, എന്ന് ക്ലിയർ സ്കിന്നാണ്. ബെസ്റ്റ് ഫ്രണ്ട് ആരാണോ? ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇതും ഓരോന്ന് അങ്ങനെയല്ല. എനിക്ക് ഇങ്ങനെ ക്ലാസ് ഞാൻ മൊത്തത്തിൽ 7 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 6 സ്കൂൾ, ഒരു കോളേജ്, മൊത്തം 7, 9. അതിൽ ഓരോ ഇതിലും മാറുന്നതിനനുസരിച്ച് അപ്പം ഓരോരുത്തർ കൂടുതൽ ക്ലോസ് ആയിരിക്കും. പിന്നെയും കോണ്ടാക്റ്റ് ഉണ്ടാവും. പിന്നെ അടുത്ത സ്ഥലത്തുമ്പോൾ അടുത്ത ഫ്രണ്ട്സ്, അങ്ങനെ ആളിൻ്റെ ഇത് നല്ലതാണോ ഇത്. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ കോളേജിൽ ഇപ്പം എൻ്റെ കൂടെ കൂടുതൽ നടക്കുന്നത് റഫ, ഓളാണ്. പിന്നെ പ്ലസ് 1 പ്ലസ് 2 എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മിൻഹാഷറി, എൻ്റെ കഴിഞ്ഞ വ്ളോഗിലുണ്ട് ഒരു. പിന്നെ 8th, 9th, 10th ലുബിന, ഹിബ. ആൻഡ് ഇവരായിട്ടൊക്കെ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഇത്. സിംഗിളാണോ? ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് ആണോ? ജസ്റ്റ് ഫ്യൂച്ചർ ഹസ്ബൻഡെന്ന് മാത്രമേ ഉള്ളൂ. സോ അതായിരിക്കും എക്സ്പെക്റ്റേഷൻസ് ആവും. ഞാനിപ്പോൾ അങ്ങനെ എന്താ പറയുക, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അല്ലെങ്കിൽ കിട്ടും എന്തായാലും ഒബിയസ്ലി, പക്ഷേ ടൈം എടുക്കും. അപ്പോൾ തന്നെ തീരുമാനിച്ചത് ഒരു ഇപ്പം തന്നെ അത് ഞാൻ എന്താവട്ടെ. വിച്ച് ടൈപ്പ് കിഡ് യു വാണ്ട്? എങ്ങനത്തെ കുട്ടികളാണ് ഇഷ്ടമെന്നോ? എങ്ങനത്തെ കുട്ടികളെ വേണ്ടിയെന്നോ? അതൊന്നും കുഴപ്പമില്ല, എനിക്ക് എന്തായാലും കുഴപ്പമില്ല. ഇനിയും പഠിക്കുകയാണോ? ഇനിയും പഠിക്കാം. ഡിഗ്രി പോലും കഴിഞ്ഞിട്ടില്ല, ഫസ്റ്റ് ഇയറാണ്. മോസ്റ്റ് ഫേവറേറ്റ് ഹ്യൂമൻ ഇൻ യുവർ ഹൗസ്? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും അടിപൊളി. പിന്നെ ചെറുതായതുകൊണ്ട് ഓനെ കുറിച്ച് കൂടുതൽ ഉണ്ടാവുമല്ലോ, പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഓരോ സമയത്ത് ഇടയ്ക്ക് അൻസ് അടിപൊളിയാന്ന് തോന്നും, ഇടയ്ക്കോനെ തീരെ പറ്റില്ല. ഇടയ്ക്കാകുമ്പോഴും അടിപൊളിയാന്ന്, ഇടയ്ക്കോനെ പറ്റില്ല, ഇടയ്ക്ക് അടിപൊളി തോന്നും. അത് ഓരോ സ്വഭാവം അനുസരിച്ച്. ഇടയ്ക്ക് അവർക്ക് നല്ല മൂടാകുമ്പോൾ നല്ല രസമാണ്, ഒരുമാതിരി ആകുമ്പോൾ രസമില്ല. ഫേവറേറ്റ് ഫിലിം? ഇത് ഞാൻ അതേപോലെ എൻ്റെ എല്ലാത്തിനും ഒരേ ആൻസറാണല്ലോ, ഓരോ മൂഡിനനുസരിച്ച്. ഇടയ്ക്ക് ഒരു ഫിലിമോ ഇടയ്ക്ക് കുറച്ച്. ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ശ്യാം സിംഗർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു വെറൈറ്റി കഥ പോലെ തോന്നി. പിന്നെ നാനിൻ്റെ ഫിലിംസൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ കറൻ്റ്ലി അധികം ഹിന്ദി ഫിലിംസാണ് കാണാം. ഹിന്ദിയിലും കുറേ അടിപൊളി ഫിലിംസ് ഉണ്ട്. പിന്നെ ജബ് വി മെറ്റ്, അതും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നല്ല രസമായി തോന്നി. പിന്നെ ആനിമേഷനിൽ എനിക്ക് ടാങ്കിൾഡ് ആണ് ഗൈസ്, അതെനിക്ക് മാറുന്നില്ല. ടാങ്കിൾഡ് തന്നെ എപ്പോഴും. പിന്നെ ഓൺവേർഡ്സ് അതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ അതാണ്. അൺലൈക്ക് ഫിലിം ഇഷ്ടമല്ലാത്ത ഫിലിമാണോ? വിവേറിയം കാണാൻ ഭ്രാന്താവാ ഫിലിം കണ്ടാൽ. എന്നുവെച്ചാൽ എന്താണ് ഫിലിം, വേസ്റ്റ് ഓഫ് ടൈം. അമല് പറഞ്ഞ് അമല് പറഞ്ഞ് കാണാൻ തുടങ്ങി, കണ്ടതാണത്. എന്ത് അണ്ടി ഫിലിം, ലൈക്ക് എന്താ പറയുക, ഒരു സ്റ്റോറി അതിൽ നടക്കണതെന്നാ ഭ്രാന്താവുക. എനിക്ക് എന്തൊക്കെയോ
കാണുന്നില്ലേ ഇതുകൊണ്ട് അന്നത്തെ ദിവസം വേസ്റ്റ് ആക്കിയ ഫീല്. എന്താണത്? ക്രൈം ഫിലിം കണ്ട് കരയാറില്ല. എനിക്ക് ഇങ്ങനെ നല്ല ഒരുമാതിരിയൊക്കെ തോന്നും, പക്ഷെ കരയാറില്ല. ഇതുവരെ കരഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഫേവറേറ്റ് ഫുഡ് പിസ്സ ഓൾവേസ്. പിന്നെ അങ്ങനെ പിസ്സ മാത്രം എന്ന് പറയല്ല, ഇതിന് ഓരോ ടൈമിൽ ഓരോ ക്രേവിങ്സ് ആണല്ലോ. പിസ്സ എനിക്ക് എപ്പോൾ കിട്ടിയാലും ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ചിലതൊക്കെ എന്താ പറയുക, ഇങ്ങനെ കുറേ ഫുഡ് ഇങ്ങനെ മുന്നിൽ കൊണ്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതാണ്. അത് എന്ത് ഫുഡാണേലും കുറേ ഇങ്ങനെ കിട്ടി വിശന്നിരിക്കുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ സന്തോഷം. എനിക്കിടയ്ക്ക് കണ്ണൊക്കെ നിറയും. ഫിലിം ഉണ്ടോന്നല്ല കണ്ണറിയാം, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കണ്ണറിയും. എന്നുവെച്ചാൽ സന്തോഷം കണ്ണീരിട്ട. ഇപ്പം ഒരു ഇതില്ലേനോ, ഞാൻ ഇട്ടൊരു ഷോർട്സിലുണ്ടല്ലോ, ആ ഫുഡുകൾ അതൊന്നായിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കണ ഒരു ഫോട്ടോ സ്റ്റോറി വെച്ചിന്. അപ്പം ആ ടൈമിലൊക്കെ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും നല്ല സന്തോഷം. അതുപോലെ ഞാൻ ഹാപ്പി ഡാൻസ് പറഞ്ഞ ഷോർട്സൊക്കെ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് ശരിക്കും ഉള്ളിൽ. ഭയങ്കര സിബ്ലിങ്സ് ഉണ്ടോ? 5 ആളുണ്ട്. ഹൗ ഓൾഡ് ആർ യു? ചേച്ചി 18 ആണ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഓഫ് സിബ്ലിങ്സിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഓരോന്നില്ലേ. പോസിറ്റീവ് ഞാൻ പറയാം. പോസിറ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര കൂളാണ്. എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ഓപ്പണായി പറയാം അവരടുത്ത്. ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിനും. നമ്മൾ നല്ല എന്താ പറയുക, അങ്ങനത്തെ ഒരു സിബ്ലിങ്സാണ്. അധികം ആൾക്കാർക്ക് ചിലവർക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് തന്നെ പേടി, ഓരതറിയോ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ എനിക്ക് നടക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് സിബ്ലിങ്സിൻ്റെ അടുത്ത് പറയും. ആൻഡ് ഓരത് കേട്ടിരിക്കും, ചില സപ്പോർട്ട് ചെയ്യാനുള്ളത് സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഭയങ്കര കൂളാണ്, നമുക്ക് എന്തും ഓപ്പണായിട്ട് പറയാം. പിന്നെ നെഗറ്റീവ് ചോദിച്ചാൽ നെഗറ്റീവ് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള സ്വഭാവമാണ്. പിന്നെ എല്ലാ സിബ്ലിങ്സിനും ഉള്ളതാണ്. എന്നാലും ടക്കൊന്ന് കൊടുക്കാമെന്ന്. കാരണം ഇടയ്ക്ക് നമ്മളടുത്ത് നല്ലപോലെ നിൽക്കും. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിക്കാരം. പക്ഷെ അത് എല്ലായിടത്തുള്ള ഇതല്ലേ, എല്ലാ സിബ്ലിങ്സ് അങ്ങനെ ആണല്ലോ. ഇടയ്ക്ക് ഓരോ മൂഡനുസരിച്ച്, ഇടയ്ക്ക് നല്ല മൂഡിലാവില്ലല്ലോ. ഇടയ്ക്ക് ഓരോ മൂഡ് ഒരുമാതിരി ആകുമ്പോൾ ഒരു രസമുണ്ടല്ലോ. അതന്നെ. ഡിഡ് യു നോ എനി സീക്രട്ട് ഓഫ് അൻസിദത്തൻ? നമ്മൾ ഇപ്പം എല്ലാം പണ്ട് ചെറുതാവുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളും സീക്രട്ട് കീപ്പേഴ്സ്. എന്ന് വെച്ചാൽ ഓൻ്റെത് ഫുള്ളും എനിക്കറിയണം, എൻ്റെ ഫുള്ളും എനിക്കറിയണം. ഇപ്പോഴും ഓനെല്ലാം വല്ല പറയലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറയലുണ്ട്, എല്ലാം പറയലുണ്ട്. അങ്ങനെ സീക്രറ്റ് ആയിട്ടൊന്നുമില്ല. ബിഗ്ഗസ്റ്റ് സീക്രറ്റ് എൻ്റെതോ? ഞാൻ സീക്രറ്റ് ഇവിടെ പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ സീക്രറ്റ് ആവാ? ബിഗ്ഗസ്റ്റ് സീക്രറ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചു എങ്ങനെ സീക്രറ്റ് ഉണ്ടല്ലോ. എനിക്ക് സീക്രറ്റ് ഉണ്ട്, ബിഗ്ഗസ്റ്റ് സീക്രറ്റ് ഉണ്ട്. ആരും അറിയണ്ട. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്കിൻ കെയർ പ്രൊഡക്ട്സ്? ഞാൻ സ്കിൻ കെയർ ചെയ്യാറില്ല, സോറി. എന്തും ചെയ്യില്ല. സോ എനിക്കറിയില്ല അതിനൊക്കെ. പക്ഷെ നോക്കൂ ഗൈസ്, ഐ ഗോട്ട് ദ ഗുഡ് സ്കിൻ. നിങ്ങൾ സിബ്ലിങ്സ് ഡ്രസ്സ് ഷെയർ ചെയ്യാറുണ്ടോ? എൻ്റെ ഒരു പാൻറ് ഉണ്ട്, ഒരു ബ്ലാക്ക് പാൻറ്. എനിക്കല്ല ഇങ്ങനെ ലൂസ് ടൈപ്പ് പാൻറ്റാണ്. അതിവിടെ അൻസിടും, അമലിടും, അസ്ലിടും, ഞാനിടും. ഞങ്ങൾ 4 ആളും ആ പാൻറ്റിടും. പിന്നെ അൻസിൻ്റെ ഡ്രസ്സ് നമ്മൾ 3 ആളും ഇടും, അമലും അസ്ലും ഞാനും. പക്ഷെ മെയിനായിട്ട് അൻസിൻ്റെ അസ്ലേക്കാരാണ്. അൻസിൻ്റെ ഡ്രസ്സ് ഇവളെ തട്ട് തപ്പിയാൽ മതി. അസ്ലിൻ്റെ തട്ടിയാൽ തട്ട് തപ്പിയാൽ മതി. അൻസിൻ്റെ എല്ലാ ഡ്രസ്സും അതിലുണ്ടാവും. ഞാൻ മെയിനായിട്ട് അസ്ലൻ്റെ എന്ന് വെച്ചാൽ അസ്ലൊക്കെ ടൈറ്റ് ആവണത് ഞാനിടും. ശരിക്കും പറഞ്ഞാൽ താത്താരത് ടൈറ്റ് ആവും, അനിയത്തിമാരാണ് ഇടേണ്ടത്, ഐ നോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓൾക്ക് ടൈറ്റ് ആവുമ്പോൾ ഞാനിടും. അങ്ങനെയാണ്. ഈ കോട്ട അസ്ലൻ്റാണ്. എൻ്റെത് കൊള്ളണമെന്ന് ഓളിടും, ഓളത് ഞാൻ എല്ലാം തോട്ടും. അതാണ് ഗൈസ് വലിഞ്ഞുള്ള ഭാഗ്യം. നമുക്ക് വീട്ടിൽ തെല്ലത് ഇടാം, പക്ഷെ നമ്മളുടെ ആർക്കും ഇടാൻ പറ്റില്ല. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഫസ്റ്റ് UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് പകുതി വരെ അൽഹുദ ഇൻ്റർനാഷണൽ സ്കൂൾ റിയാദ്. പിന്നെ നമ്മുടെ നാട്ടിൽ വന്നു. 2ൻ്റെ പകുതി മുതൽ 3ൻ്റെ ഒരു 2 മാസം വരെ നാട്ടിൽ മലബാർ സെൻട്രൽ സ്കൂൾ പുകയൂർ അവിടെ പഠിച്ചു. പിന്നെ ഞങ്ങൾ പിന്നെയും ഗൾഫിൽ പോയി. പിന്നെ ഞാൻ 3 ബാക്കി കണ്ടിന്യൂ ചെയ്യാണ്ട് 4ക്ക് ഡയറക്റ്റ് പോയി. 4, 5, 6, 7 6 ലാസ്റ്റ് വരെ അവിടെ യാര ഇൻ്റർനാഷണൽ സ്കൂൾ. എത്ര എണ്ണമായി? 3 അല്ലേ? ആണ് 3. പിന്നെ നാട്ടിൽ വന്നു 7ാം ക്ലാസ്
ഇവിടെ കക്കാട് സ്കൂള് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള സ്കൂളിൽ. അത് ഞാൻ CBSE നേരെ വന്നത് മലയാളം മീഡിയമാണ് ഗൈസ്, മനസ്സിലാക്കണം. അത് അവിടുത്തെ മലയാളം, അവിടെ മലയാളം തന്നെ ഇല്ലേനു ഒരാൾക്ക്. എന്നിട്ട് ഞാൻ മലയാളം മീഡിയത്തിൽ വന്നു, 4ാമത്. പിന്നെ 8th 9th 10th KHMHS പൂക്കിപ്പറമ്പ് ആളക്കുളം. പിന്നെ അത് കഴിഞ്ഞ് +1 +2 ഞാൻ ഇപ്പം എത്ര ആയിക്കോളാമല്ലോ, 1 2 3 4 5. പിന്നെ 6ാമത് +1 +2 ചെട്ടിയാണർ, GVHSS ചെട്ടിയാണർ. പിന്നെ 7ാം ക്ലാസ്സിൽ ഇപ്പം 7ാമത്തത് ഇപ്പോൾ കോളേജ്, ഞാൻ ഫറൂഖ് കോളേജ് കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂച്ചർ. ഇതൊരു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗൈസ്. ഫ്യൂച്ചർ പ്ലാൻ. ഫസ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. എന്താ ഒരു ഐഡിയ ഇല്ല ഗൈസ്. പക്ഷേ കുറച്ച് ഡ്രീംസ് ഉണ്ട്, അത് അച്ചീവ് ചെയ്യണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. അത് നടക്കുമല്ലേന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അതാണ്. ഫേവറേറ്റ് K-dramas ഞാൻ കാണാറില്ല. ടീ ഓർ കോഫി? അഫ്കോഴ്സ് കോഫി. പക്ഷേ പണ്ട് നല്ല ഇഷ്ടമായിരുന്നു കോഫി. ഒരു ദിവസം തന്നെ ഞാൻ 3-4 വട്ടം ഉണ്ടാക്കി കുടിക്കും. ഇപ്പോൾ കോഫിയൊക്കെ കുറവായിരുന്നു, മടിയാണ്. ഡേ പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? സുൽത്താൻ ആരാന്ന് ചോദിച്ചാൽ ആക്ച്വലി പറഞ്ഞ സുൽത്താൻ അതെ ഇങ്ങനെയാണ് ഇവിടെ പറയാറ്. എന്നുവെച്ചാൽ എനിക്കൊരു താത്ത ഉണ്ടായിരുന്നു, അവൾക്ക് 3 വയസ്സിൽ ന്യൂമോണിയ ആയിട്ടുള്ള മരിച്ച്. സോ ഓളെ പേര് ജൗഹറ സുൽത്താന എന്നാണ്. സോ അത് ഒരു വെറുതെ അങ്ങനെ ഒരു പേരിട്ടു. പിന്നെ അവൾ മരിച്ചതിന് ശേഷം പിന്നെ നമുക്കൊക്കെ വന്നപ്പം ഈ ഒരു സുൽത്താന ആ ഒരു ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് വന്നു. അതാണ് ഞാൻ പറയാറ്, വെറുതെ അങ്ങനെ ആരുമില്ല, ജസ്റ്റ് ഒരു പേരിട്ടു, അത്ര തന്നെ. സോ ഗൈസ്, നമ്മളെ Q&A കുറച്ച് ലോങ് ആയിപ്പോയി, കാരണം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിരുന്നു. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലോങ് ആണ്. സോ നമ്മൾ 2 പാർട്ടാക്കാനാണ് വിചാരിക്കുന്നത്. ഈ പാർട്ടിൽ ഇത്രയൊക്കെയാണ്. ഇനി നെക്സ്റ്റ് മൂവ് ഓൺ ക്വസ്റ്റ്യൻസും അതുപോലെ ബാക്കിയുള്ള എല്ലാതും നമ്മൾ അടുത്ത വീഡിയോയിലാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ. സോ ടുഡേസ് വീഡിയോ, ബൈ.